പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി, അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ആരോഗ്യപരമായിട്ട് വയ്യാത്തൊരവസ്ഥയിലും ഞാനിതിലേക്ക് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുവാനും ഈ ഒരു സമരപരിപാടി തുടങ്ങിയത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ സപ്പോർട്ടും സഹകരണവും നിങ്ങൾക്കുണ്ടാവുമെന്നും അറിയിക്കുവാൻ കൂടിയാണ്. ലക്ഷദ്വീപിൽ പുതുതായി ജോയിൻ ചെയ്ത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ കോടാ പട്ടേൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് അവിടെയുള്ള കോൺട്രാക്ട് എംപ്ലോയീസിനെ പിരിച്ചുവിടലായിരുന്നു. ഏകദേശം 3500ഓളം ആളുകളെ പിരിച്ചുവിട്ടു. അതിനുശേഷം ഇപ്പോൾ സ്ഥിരം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷദ്വീപിൽ ഒരു കച്ചവടമോ അല്ലെങ്കിൽ വലിയൊരു കച്ചവടമോ ഒരു ഫാക്ടറിയോ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അവിടെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗം മാത്രമാണ്. ആ ഒരു സമൂഹത്തെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് കോർപ്പറേറ്റുകളുടെ അടിമകളാക്കിക്കൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് ലക്ഷദ്വീപിനെ തീരെഴുതി കൊടുക്കുവാനുള്ള നടപടിയുടെ തുടക്കമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദ്ഘാടകൻ സാർ പറഞ്ഞതുപോലെ ഇത് ലക്ഷദ്വീപിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഇത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നത്. എന്നിരുന്നാലും മറ്റ് സ്ഥലങ്ങളിൽ ഫാക്ടറികളും മറ്റു തൊഴിലവസരങ്ങൾ നേടുവാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യമില്ല. പ്രതിഷേധിക്കുവാൻ പോലുമുള്ള അവകാശം ലക്ഷദ്വീപിൽ നിന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ സമരം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിക്കൊണ്ട് ജനവാസമില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾ എത്തപ്പെടാത്ത ചില കോർണറുകളിൽ മാത്രമാണ് സമരം ചെയ്യുവാൻ ഇന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ പേടിക്കുന്നു എന്നുള്ളതിന് വേറൊരു തെളിവില്ല, ആവശ്യമില്ല. കഴിഞ്ഞ 4 വർഷത്തോളമായി ലക്ഷദ്വീപിൽ പഞ്ചായത്ത് ഇലക്ഷൻ സംഘടിപ്പിച്ചിട്ടില്ല. ആകെയുള്ളത് ലക്ഷദ്വീപിൽ MP-യുടെ ശബ്ദം മാത്രമാണ്. അതും വേണ്ട രീതിയിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. കേരളത്തിലുള്ള പല MP-മാരും ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ നിങ്ങളെപ്പോലുള്ള സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ വരികയും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അറിയുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഞങ്ങളൊരു കാലത്ത് സേവ് ലക്ഷദ്വീപ് ഫോറം സംഘടിപ്പിച്ച് പരിപാടികൾ നടത്തുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും അത് അത്യന്തം സങ്കടകരമായ രീതിയിൽ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ എനിക്കിപ്പോഴും വിശ്വാസവും ആഗ്രഹമുണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഈ അനീതിക്കെതിരെ പോരാടുമെന്ന് എനിക്ക് ആഗ്രഹവും വിശ്വാസവും ഉണ്ട്. അതിന് നിങ്ങൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കത്തിച്ചു വച്ചിരിക്കുന്ന കനൽ അതൊരു തീപ്പന്തമായി വളരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ എല്ലാവർക്കും ആശംസകൾ നേരുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.